أإنا لمردودون في الحافرة أإذا كنا عظاما نخرة قالوا تلك إذا كرة خاسرة. നമ്മൾ ഖബറിനുള്ളിൽ പോയി കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ മടക്കപ്പെടുകയോ എങ്കിൽ അത് വളരെ മോശമായ ഒരു സാഹചര്യം തന്നെയായിരിക്കും. لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظاما. മരിച്ചു കഴിഞ്ഞ ശേഷം അവന്റെ എല്ലുകൾ രണ്ടാമത് കൂട്ടിച്ചേർക്കുകയില്ല എന്നാണോ അവൻ വിചാരിക്കുന്നത്? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അവന്റെ വിരൽ തുമ്പുകൾ പോലും ശരിപ്പെടുത്താൻ കഴിയുന്ന കാലഘട്ടത്തിന്റെ സൗകര്യങ്ങളെ സത്യവിശ്വാസികളായ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത്, അതിനെ എങ്ങനെയാണ് അതിജയിക്കേണ്ടത്, ഇതാണ് ഒരല്പസമയം നമ്മൾ സംസാരിക്കുന്നത്. ആധുനികത ഏറ്റവും വലിയ സാങ്കേതിക സൗകര്യങ്ങൾ, ഭൗതികമായ സംവിധാനങ്ങൾ, ഇതെല്ലാം നമുക്ക് നൽകിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏത് കാലഘട്ടമാണെങ്കിലും അതിനനുസൃതമായ രീതിയിൽ നന്മയും തിന്മയും ഉണ്ടാകും എന്നത് പ്രത്യേകം പ്രസ്താവിക്കേണ്ടതില്ല. പലപ്പോഴും നമ്മളൊക്കെ വിചാരപ്പെടാറുള്ളത് 21-ാം നൂറ്റാണ്ടായതുകൊണ്ടാണ്, പുതിയ യുഗമായതുകൊണ്ടാണ് ഈ ലോകത്ത് അപജയങ്ങളും തിന്മകളുമൊക്കെ ഉണ്ടാകുന്നത് എന്നതാണ്. എന്നാൽ അങ്ങനെ നമ്മൾ പലപ്പോഴും കാലത്തെ ആക്ഷേപിക്കുമ്പോൾ സർവശക്തനായ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെയും വിധികളെയും വ്യംഗ്യമായിട്ടെങ്കിലും നമ്മുടെ ആ ആക്ഷേപങ്ങളിൽ നാം വിധേയമാക്കുന്നുണ്ട് എന്നത് നാം വിസ്മരിക്കരുത്. 6-ാം നൂറ്റാണ്ടിൽ ആ കാലഘട്ടത്തിന് യോജ്യമായ, 7-ാം നൂറ്റാണ്ടിൽ അതിന്, 8-ാം നൂറ്റാണ്ടിൽ അതിന്, ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും അന്നത്തെ സൗകര്യങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന, എന്നാൽ ഉപയോഗിച്ച് അതിന് ഏറ്റവും ഹൈറായ മാർഗം ഉപയോഗപ്പെടുത്തി ആ സൗകര്യങ്ങളിലൂടെ അള്ളാഹുവിന്റെ പ്രീതി കരഗതമാക്കുന്ന വിഭാഗങ്ങൾ, 2 വിഭാഗങ്ങളും എല്ലാ കാലത്തും ഉണ്ടായി. പക്ഷേ കൗതുകകരമായ ഒരു കാര്യം, മുൻപുണ്ടായിരുന്ന മാറ്റങ്ങളെക്കാളൊക്കെ 10 മടങ്ങ് എന്ന് പറഞ്ഞാൽ ചെറുതാവും. ഈ കാലഘട്ടങ്ങളിൽ മാറ്റങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്, വ്യതിയാനങ്ങളുണ്ട്. അന്നൊക്കെ ഒരു 10 കൊല്ലം കഴിഞ്ഞാണ് ലോകത്ത് ഒരു മാറ്റം കണ്ടിരുന്നത് എങ്കിൽ ഇന്നത് നമ്മൾ ആലങ്കാരികമായിട്ടല്ല, നിമിഷാർദ്ധങ്ങൾക്കുള്ളിലാണ് ലോകത്ത് വലിയ മാറ്റങ്ങൾ വരുന്നത്. സൗകര്യങ്ങൾ നമ്മുടെ ഓരോ സന്ദർഭങ്ങളിലും പുതിയതായി നമുക്ക് അനുഭവപ്പെടുന്നു. നമ്മുടെ വീടുകൾ, റോഡുകൾ, തോടുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന, നമ്മുടെ ജീവിതത്തിന് ആനന്ദം നൽകുന്ന വിഭവങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പൊതുവെ ഇതിനെ നമ്മൾ ഭൗതിക വിഭവങ്ങൾ എന്നാണ് പറയാറുള്ളത്. വിശ്വാസികളായ നമ്മൾ ഇതിനെ അകറ്റി നിർത്തേണ്ടവരാണ് എന്നൊന്നും നമ്മൾ ധരിക്കേണ്ടതില്ല. എങ്ങനെയാണ് ഈ ഭൗതികതയെ, ആധുനികമായ സൗകര്യങ്ങളെ, ദുന്യാവിന്റെ സൗകര്യങ്ങളെ മനുഷ്യർ ഉപയോഗപ്പെടുത്തുക എന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. 2 രീതിയിലായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇദാ ഖളൈതും
مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب. ഞാൻ ഈ സൂചിപ്പിച്ച മനുഷ്യന്റെ മാനസികാവസ്ഥകളെ വളരെ സമഗ്രമായ രീതിയിൽ സ്രഷ്ടാവായ അല്ലാഹു തആല വിശദീകരിക്കുന്ന വചനങ്ങളാണിത്. ഞാൻ ഈ പാരായണം ചെയ്തതിന്റെ ചില ഭാഗങ്ങൾ വളരെ സുപരിചിതമാകുമെന്ന് മാത്രമല്ല, ആ ഭാഗങ്ങൾ കേൾക്കാത്ത, അത് ഓതാത്ത, അതല്ലെങ്കിൽ അത് ദുആയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താത്തവർ നമുക്കിടയിൽ വളരെ വിരളമായിരിക്കും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ എന്നതാണ്. ഈ ആയത്ത് അല്ലാഹു അവതരിപ്പിക്കുന്നത് പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ വിശ്വാസികളായ ആളുകൾ ചെലവഴിക്കേണ്ടത് എന്നത് പറയാനാണ്. ഗതകാലങ്ങളിൽ അറഫ കഴിഞ്ഞ് കല്ലേറ് കഴിഞ്ഞ് അടുത്ത ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളിൽ ടെന്റിൽ ഇരുന്ന് മിനയിലിരിക്കുമ്പോൾ സാധാരണ ആ കല്ലേറ് എന്നത് മാത്രമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മമുള്ളത്. ബാക്കിയുള്ള സാധാരണ നിസ്കാരങ്ങൾ അവിടെ വെച്ച് നിർവഹിക്കപ്പെടും. തുടർന്ന് അവർക്ക് അവധിയായി, അവർക്ക് വെറുതെ കിട്ടുന്ന സമയങ്ങൾ, അതിന്റെ ഇടവേളകൾ അവരുപയോഗപ്പെടുത്തിയിരുന്നത് അവരുടെ മുൻഗാമികളായ ആളുകളുടെ മഹത്വങ്ങൾ പറയാനാണ്, അവരുടെ തറവാടിന്റെ കുലമഹിമയുടെ, അവരുടെ നാടിന്റെ പ്രതാപങ്ങൾ പറയാനാണ്. വെറുതെ സംസാരിച്ചിരിക്കും. ഒന്നുകിൽ മിനയിലുള്ള താമസം, അതല്ല എങ്കിൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞ ഒരു വിശ്വാസിയുടെ ജീവിതം, ആ ഹജ്ജിന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞ് അവനെല്ലാം നേടിയെന്ന മാനസികാവസ്ഥയിൽ ഒരു പക്ഷേ അവന്റെ എല്ലാ കർമ്മങ്ങളിൽ നിന്നും ഒരു വിരക്തി നേടി, ഒരു മുക്തി നേടി ജീവിക്കുന്ന ഒരവസ്ഥ ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഈ സൂചനകളെല്ലാം നൽകിക്കൊണ്ടാണ് അല്ലാഹു പറയുന്നത്, ഫഇദാ ഖളൈതും മനാസികകും, ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണേ. എങ്ങനെ? കദിക്രിക്കും ആബാഅകും ഔ അശദ്ദ ദിക്റാ, മിനയിലിരുന്ന് നിങ്ങളുടെ മുൻഗാമികളായ പിതാക്കന്മാരുടെ മദ്ഹ് നിങ്ങൾ പറയാറുണ്ടല്ലോ, അതിനേക്കാൾ ശക്തമായ രീതിയിൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കേണ്ടതാണ്. ഇതു പറഞ്ഞിട്ടാണ് അല്ലാഹു ലോക ജനതയുടെ ഒരു വിഭാഗത്തെ പറയുന്നത്, ഫമിനന്നാസ്, ജനങ്ങൾക്കിടയിലുണ്ട്, മൻ, ഒരു വിഭാഗം ആളുകളുണ്ട്, യഖൂൽ, അവരിങ്ങനെ പറയുന്നവരാണ്. പറയുക എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ ചിന്തിക്കുന്നവരാണ്, ഇങ്ങനെ തേടുന്നവരാണ്.
ഈ ഒരു മാനസികാവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്. എന്താണത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ. അതിലപ്പുറം ഒന്നുമില്ല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ, ഐഹിക ലോകത്തുള്ളത് ഞങ്ങൾക്ക് തരേണമേ. ഇത് വെറും ദുആ മാത്രമല്ല, ഇതാണ് അവരുടെ അജണ്ട, ഇതാണ് അവരുടെ താല്പര്യങ്ങൾ. ഭൗതിക ലോകത്തെ സുഖങ്ങളും സൗകര്യങ്ങളും മാത്രമേ അവർ ലക്ഷീകരിക്കുന്നുള്ളൂ എന്നതാണ് അല്ലാഹു ആ വിഭാഗത്തിന്റെ പ്രത്യേകതയായി പറയുന്നത്. ഈ സൗകര്യങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് പ്രഥമമായി എണ്ണാൻ കഴിയുന്ന ഒന്നെന്താണ്? ഒരു മനുഷ്യന് ഭൗതിക ലോകത്ത് നൽകപ്പെടുന്ന സൗകര്യങ്ങൾ ഏറ്റവും വലുതായി നമുക്ക് എണ്ണാൻ കഴിയുന്നത് അയാളുടെ വീടല്ല, അയാളുടെ വാഹനമല്ല, അയാളുടെ നാടല്ല, അയാൾക്ക് ലഭ്യമാകുന്ന മറ്റാനുകൂല്യങ്ങളല്ല. ഒരാൾക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് അയാളുടെ ആരോഗ്യമാണ്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അള്ളാഹു നമുക്കത് നിലനിർത്തി തരുമാറാകട്ടെ. ആരോഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ കരുതും നമ്മളിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും അതിന്റെ ഓരോ ഭാഗത്തിന്റെയും ആരോഗ്യം. കണ്ണിന്റെ ആരോഗ്യം, കാതിന്റെ ആരോഗ്യം, വയറിന്റെ ആരോഗ്യം, നാവിന്റെ ആരോഗ്യം, ഹൃദയത്തിന്റെ ആരോഗ്യം, മൊത്തത്തിൽ എല്ലാറ്റിന്റെയും ആരോഗ്യം. ഇത് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാഗ്രഹിക്കുക എന്നത് തെറ്റല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇങ്ങനെ ഭൗതിക ലോകത്തോട് വിരക്തി കാണിക്കുക, അത് വേണ്ട എന്ന് പറയുക, നമ്മളത് ചെയ്യുന്നവരല്ല എങ്കിലും അങ്ങനെ ഒരു സമ്പ്രദായം അള്ളാഹുവിന്റെ ദീൻ നമ്മളോട് നിഷ്കർഷിക്കുന്നില്ല. നിങ്ങളത് വേണ്ട എന്ന് വെക്കണമെന്ന് പറയുന്നില്ല. തന്നെയുമല്ല, നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയങ്കരനായ അവിടുത്തെ പിതൃവ്യനുണ്ടായിരുന്നു, പിതാവിന്റെ സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് എന്നവർ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. നബിയോട് പറഞ്ഞു, അല്ലിംനീ ഷൈഅൻ അസ്അലുല്ലാഹ്, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഉതകുന്ന ഒരു പ്രാർത്ഥന നബിയെ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർഭോചിതമായിട്ടാണ് ചോദ്യകർത്താവിന് ഉത്തരം നൽകുക. അബ്ബാസിനോട് പറഞ്ഞു, അബ്ബാസ്, നീ അള്ളാഹുവിനോട് തേടണേ എന്ത്? അൽ ആഫിയ, സലില്ലാഹൽ ആഫിയ, നീ ആരോഗ്യം തേടണേ. ഇപ്പൊ നമ്മളോടൊരാള്, ഒരു കുഴപ്പമില്ലാത്ത ഒരാളോട് അള്ളാഹിനോട് നന്നായിട്ട് ആരോഗ്യം തേടിക്കോ എന്ന് പറയുമ്പോ നമുക്കതിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നൂലേ? അബ്ബാസിന് അങ്ങനെ തോന്നി എന്നല്ല, അടുത്ത ദിവസം വീണ്ടും വന്ന് ചോദിച്ചു, നബിയെ വേറെ ഒരു ദുആ. അപ്പോഴും പറഞ്ഞു, അബ്ബാസ് സലില്ലാഹൽ ആഫിയ, അള്ളാഹിനോട് നീ ആരോഗ്യം തേടിക്കോ. മൂന്നാമത്തെ ദിവസവും സമാനമായ ചോദ്യം വന്നപ്പോൾ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അബ്ബാസ്, ഒരാൾക്ക് അല്ലാഹു തആല ഈമാൻ നൽകിക്കഴിഞ്ഞാൽ, ഈമാനിന്റെ ശക്തി അല്ലാഹു ഒരാൾക്ക് നൽകിക്കഴിഞ്ഞാൽ, അതിനെ തുടർന്ന് അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് ആരോഗ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആരോഗ്യം എന്നത് തേടണം എന്ന് മാത്രല്ല, അതുള്ള ആളെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടവുമാണെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് സഹോദരിമാര് വളരെ ശ്രദ്ധിക്കണം. ശാരീരികമായ ആരോഗ്യവും മാനസികമായ ആരോഗ്യവും ഉണ്ടാക്കി എടുക്കുക എന്നത് ആധുനിക കാലഘട്ടത്തിലെ വിശ്വാസികളോട് വളരെ കണിശമായി പറയേണ്ട ഒരു കാര്യമാണ്. ചിന്തിക്കണം നമ്മൾ. ഒരു ഹദീസ് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കേട്ടാല്
നമുക്കിടയിലുള്ള യുവാക്കൾക്കും യുവതികൾക്കൊക്കെ വലിയ സന്തോഷമാവും. എന്താണെന്നറിയോ? അവിടുന്ന് പറയുകയാണ്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിൽ ലഈഫ്. അൽ മുഅ്മിനുൽ ഖവിയ്യു, നല്ല ആരോഗ്യമുള്ള മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നല്ല മസിൽ പവറുള്ള മുഅ്മിൻ, നടക്കാൻ കഴിയുന്ന മുഅ്മിൻ അല്ലേ, ചുമക്കാൻ കഴിയുന്ന മുഅ്മിൻ, നല്ല ആരോഗ്യമുള്ള മുഅ്മിൻ. ഖൈറുൻ, അവൻ നല്ലവനാണ്. വ അഹബ്ബു ഇലല്ലാഹ്, അവൻ അല്ലാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരനായവനുമാണ്. മിനൽ മുഅ്മിനിൽ ലഈഫ്, ബലഹീനനായ മുഅ്മിനിനേക്കാൾ. അപ്പൊ ബലഹീനരായ മുഅ്മിനീങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അവനും അള്ളാഹുവിനെ ഇഷ്ടാണ്. ബലഹീനനായ മുഅ്മിനെയും ആരോഗ്യമില്ലാത്ത മുഅ്മിനെയും അള്ളാഹ്ക്ക് ഇഷ്ടാണ്. പക്ഷെ പടച്ചവന് കുറച്ച് ഇഷ്ട കൂടുതലുണ്ടാവും. ആരെ? നല്ല ആരോഗ്യമുള്ള മുഅ്മിനെ. ആരോഗ്യം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആരോഗ്യമുള്ള മുഅ്മിനെ, ആരോഗ്യമുള്ള മുഅ്മിനെ ആരോഗ്യമില്ലാത്ത മുഅ്മിനെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമാണ്. അവനാണ് നല്ലവൻ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വചനം ഒന്നുകിൽ ശാരീരികമായ ആരോഗ്യമാണ്, അതല്ലെങ്കിൽ മാനസികമായ ആരോഗ്യമാണ്. ഊതിയാ പാറുന്ന ഈമാനാണ് അവൻ്റെത്. അല്ലെങ്കിൽ വേണമെങ്കിൽ തൽക്കാലം നമ്മൾ കുപ്പായം മാറ്റിവെക്കുന്നത് പോലെ മാറ്റിവെക്കാൻ കഴിയുന്ന ഈമാനാണ് അവൻ്റെത്. ഇന്ന ആവശ്യത്തിന് തൽക്കാലം ഈമാൻ ഒന്നെടുത്തിട്ട് പിന്നെ ഹാങ്കറിൽ ഇടണം. അതുകൊണ്ട് ഈമാനെ അതുപോലെ തൂക്കിയിടുന്നവനാണ് എങ്കിൽ അവൻ ദുർബലനായ ഈമാന്റെ ഉടമയാണ്. അവനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടാരെയാണ്? അൽ മുഅ്മിനുൽ ഖവിയ്യു, നല്ല മാനസികാരോഗ്യമുള്ള മുഅ്മിനെയാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അത് തേടണം, അതാഗ്രഹിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം. ആരോഗ്യം ഉണ്ടാക്കാൻ ഉതകുന്നതായി എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ വിശ്വാസികൾ കണിശമായി ശ്രദ്ധിക്കൽ ബാധ്യതയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ആധുനിക കാലഘട്ടത്തിന്റെ സൗകര്യങ്ങൾ വിശ്വാസികൾ ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞത്. അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് ആരോഗ്യം. അത് നിലനിർത്താൻ ആവശ്യമായതെന്തോ അത് നമ്മൾ ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മളാകെ ചിരിച്ചു പോകും. നടക്കുക ഉദാഹരണമാണ്. പഴയ കാലത്ത് ഇവിടെ നിന്ന് വേങ്ങരയിലേക്കോ മലപ്പുറത്തേക്കോ നടന്നു പോയ ആളുകൾ ഈ ഇരിക്കുന്നവരിൽ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു 30 വയസ്സിന്റെ മുകളിലുള്ള ആളുകളൊക്കെ പറയും, ഞാൻ മലപ്പുറത്തേക്ക് നടന്നു പോയിട്ടുണ്ട്, ഞാൻ വേങ്ങരയിലേക്ക് നടന്നു പോയിട്ടുണ്ട് ഇല്ലേ. എന്നാൽ ഈ ഒരാഴ്ചക്കിടയിൽ 1 കിലോമീറ്റർ ഒന്ന് നന്നായിട്ട് നടന്നവരാരൊക്കെയാന്ന് ചോദിച്ചാൽ നമ്മൾ ആരും ഒരു പക്ഷേ എഴുന്നേറ്റൊന്നുമില്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ. എന്താ സംഭവിക്കുന്നത്? ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നവരായി മാറുകയാണ്. ആരോഗ്യമുണ്ടാക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നില്ല എന്നാണ് അർത്ഥം. ഒരു ഹദീസ് നിങ്ങൾക്കറിയാമല്ലോ, വബികുല്ലി ഖത്വത്തിൻ ഇലസ്സലാത്തി സദഖ. നിസ്കാരത്തിലേക്ക്, പള്ളിയിലേക്ക്, അതിന്റെ ജമാഅത്തിലേക്ക് നിങ്ങൾ നടക്കുന്ന ഓരോ ചവിട്ടടികൾക്കും അല്ലാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മറ്റൊരർത്ഥം കൂടല്ലേ? എന്താണത്? നിസ്കാരത്തിന് നിങ്ങൾ നടന്നു പോകണം.
ആ നടത്തത്തിന്റെ മറ്റൊരു ഫലമാണ് ആരോഗ്യം. ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ നടക്കുന്നതിനപ്പുറത്ത് നിങ്ങൾ ആ ഇബാദത്തിന് വേണ്ടി നടക്കുമ്പോ അതിനെ തുടർന്ന് അല്ലാഹു തആല നിങ്ങൾക്ക് ആരോഗ്യം തരും. തന്നെയുമല്ല, നിങ്ങൾ ഒരു കാല് മുന്നോട്ട് വെക്കുമ്പോ അല്ലാഹു തആല നിങ്ങളുടെ ഒരു പാപം മായ്ച്ചു കളയുകയും അടുത്ത കാല് നിങ്ങൾ മുന്നോട്ട് വെക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ ഒരു സ്ഥാനം അല്ലാഹു തആല ഉയർത്തുകയും ചെയ്യുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്കണം. നമ്മളൊക്കെ നടക്കാൻ തുടങ്ങും എപ്പോ? ഒരു 55 വയസ്സായി ഡോക്ടറുടെ അടുക്കൽ പോയിട്ട് അസുഖങ്ങൾ ഇങ്ങനെ എണ്ണുകയാണ്. കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ ഇല്ലാത്തതൊന്നുമില്ല. ഗുളിക, മരുന്ന്, അതിന് വേണ്ട എല്ലാ ടോണിക്കുകളും എഴുതി കൊടുത്തിട്ട് അവസാനം ഡോക്ടർ പറയും ദിവസം 5 കിലോമീറ്റർ നടക്കണം. പിന്നെ അയാൾ ട്രൗസർ ഇട്ട് നടക്കുന്നത് കാരണത്താൽ ആ പരിസരത്ത് കൂടെ ആർക്കും പോകാൻ കഴിയില്ല. കയ്യൊക്കെ ഇങ്ങനെ വീശിയിട്ട് ആ കയ്യെങ്ങാനും മുഖത്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ മൂക്ക് തെറിച്ചു പോകും. അങ്ങനെ നടക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ ആ നടത്തം ഡോക്ടർ നിർദ്ദേശിക്കുന്നതിന്റെ മുമ്പ് പടച്ച റബ്ബ് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചിന്തിച്ചു നോക്കണം. സഹോദരിമാരൊക്കെ ആലോചിക്കുക. ഗതകാലങ്ങളിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ പള്ളിയിലേക്ക് പോകേണ്ടതില്ലല്ലോ, പള്ളിയിലേക്ക് പോകാൻ നിങ്ങളെ അനുവദിച്ചിട്ടില്ലല്ലോ. പക്ഷേ എന്നാലും വുളൂ ചെയ്യാൻ വേണ്ടി ചെറിയ ഒരു ദൂരമെങ്കിലും നടക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് വുളൂഇന്റെ ഹുർമത്തുകൾ മുഴുവൻ നമ്മൾ നഷ്ടപ്പെടുത്തി. അഥവാ നമ്മൾ നമ്മുടെ വീടുകളുടെ അകത്തുള്ള ബാത്റൂമുകളിൽ നിന്ന്, ബാത്റൂം എന്നത് അതിന്റെ പേര് മാത്രമാണ്, നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന, വിസർജിക്കാൻ ഉപയോഗിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് കറാഹത്ത് ഇങ്ങനെ കൂടുതലായി ചെയ്തപ്പോൾ വിസർജ്യ സ്ഥലത്തിന് അതിൻ്റെതായിരിക്കുന്ന സ്ഥാനമേ നമ്മൾ നൽകേണ്ടതുള്ളൂ. പക്ഷേ അതിന്റെ അകത്തുള്ള ആധുനികമായ സൗകര്യങ്ങൾ, അതിന്റെ വൃത്തി വല്ലാതെ നമ്മുടെ കൺമുമ്പിൽ കാണിച്ചപ്പോ നമ്മൾ അതിന്റെ അകത്ത് നിന്ന് വുളൂ ചെയ്ത് ആ നടത്തത്തിന് പോലുമുള്ള സ്റ്റെപ്പുകൾ നമുക്ക് വളരെ കുറവാണ്. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ചുരുക്കത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ആരോഗ്യം നിലനിർത്താൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവൻ ചെയ്യൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. ആരോഗ്യമില്ലാത്തവരായിട്ട് ഞാനും നിങ്ങളും വളർന്നു വരികയാണ്. ആയുസ് കുറയാണ്. ഹോസ്പിറ്റലുകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഹോസ്പിറ്റൽ നടത്തുന്ന ആളുകളുടെ അടുക്കൽ പോയാൽ ചിലപ്പോ നമ്മൾ വല്ലാതെ സ്തബ്ധരായി പോവാറുണ്ട്. എന്നെ ഒരിക്കൽ ആംബുലൻസിന്റെ ചാവി കൊടുക്കുന്ന ഒരു പരിപാടിക്ക് വിളിച്ചു. അപ്പൊ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചിട്ട് അവസാനം ഞാൻ ചോദിച്ചു, ഞാൻ എന്തിനു വേണ്ടിയാണ് ഇവിടെ കാര്യമായിട്ട് ദുആ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവരും അത് ആലോചിക്കുന്നത്. പടച്ചോനെ, ഈ ആംബുലൻസിന് നല്ല ബറക്കത്ത് കിട്ടണേ, ഇതിന് നല്ല പണി കിട്ടണേ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ തുടർന്ന് വരുന്നത് എന്താന്നുള്ളത് അറിയാലോ. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ ഒരു വശമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മതി. സാന്ദർഭികമായിട്ട് പറയണം, ഏത് ഒരു കാര്യത്തിനും അതിന്റെ നെഗറ്റീവായിട്ട് നമ്മൾ കാണുന്ന ആ വശങ്ങൾ വലിയ പോസിറ്റീവായിരിക്കും. ഉദാഹരണമായിട്ട് നമ്മളുടെ കാറ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇടിച്ചു എന്ന് വിചാരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നേട്ടമുണ്ടാകുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ? എത്ര ആളുകൾ ആ കാർ ഇടിക്കൽ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നറിയോ? അതിന്റെ പാർട്സുകൾ ഉൽപ്പാദിപ്പിക്കുന്നവരുണ്ടാകും, അവിടെ ജോലി ചെയ്യുന്നവരുണ്ടാകും, അത് കയറ്റി അയക്കുന്നവരുണ്ടാകും, അതിങ്ങനെ ഫിറ്റ് ചെയ്യുന്നവരുണ്ടാകും, അത് സർവീസ് ചെയ്യുന്നവരുണ്ടാകും. അവർക്കൊക്കെ നമ്മളുടെ ഒരു കാർ ഇടിക്കൽ കൊണ്ട് വലിയ ഗുണമാണ്. അപ്പൊ നമ്മൾ അതിന്റെ നമുക്കുണ്ടാകുന്ന ആ നെഗറ്റീവ്, നമുക്കുണ്ടാകുന്ന ആ മോശമായ അവസ്ഥയെ മറ്റൊരുപാട് ആളുകൾക്ക് ഒരുപക്ഷെ ഗുണമാകുമെന്ന് ഞാൻ പറഞ്ഞുവെന്ന് മാത്രം. എത്ര ഹോസ്പിറ്റലുകളാണ് നമ്മുടെ നാടുകൾ ഇങ്ങനെ വളർന്നു വരുന്നത്. ഈ ഹോസ്പിറ്റലുകളിലൊക്കെ നമുക്കിടയിൽപ്പെട്ട ഞാനും നിങ്ങളും ആരോഗ്യത്തിന്റെ കുറവ് കാരണങ്ങളാൽ നമ്മൾ അവിടെ പോയി കിടക്കുകയും നമ്മൾ ആരോഗ്യം കുറഞ്ഞവരായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തിരിച്ചുപിടിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ്. നമ്മൾ എക്സസൈസുകൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണം, നമ്മൾ നടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. 1. 2,
ആരോഗ്യം നശിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് ആധുനിക കാലഘട്ടത്തിലെ ഓരോ സ്ത്രീയുടെയും പുരുഷന്റെയും ബാധ്യതയാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ഗൗരവമല്ലേ അത്? പഴയ കാലത്തുള്ള ആളുകളൊക്കെ നമ്മൾ അവരെ കുറിച്ച് പറയും, അവരൊക്കെ ജീവിക്കാൻ വേണ്ടി കഴിച്ചവരായിരുന്നു, ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചവരായിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് ജീവിക്കാനല്ല, നമ്മുടെ ഭക്ഷണം കഴിക്കൽ കാണുമ്പോ, അതിനുവേണ്ടിയുള്ള നമ്മുടെ തയ്യാറെടുപ്പുകൾ കാണുമ്പോ നമ്മളൊക്കെ ജീവിക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയാണ്. ആ ഭക്ഷണം ഇങ്ങനെ കഴിച്ച് നമ്മളൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അള്ളാഹു കാവൽ നൽകട്ടെ. എത്രയെത്ര രോഗങ്ങളാണ് നമ്മൾ പലപ്പോഴും പേറി നടക്കുന്നത്, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? നമ്മുടെ നാടുകളിൽ ക്യാൻസർ വളർന്നു വരികയാണ്. അതിന്റെ കാരണങ്ങളിലേക്ക് കടക്കുമ്പോ ആധുനിക കാലഘട്ടത്തിലുള്ള മനുഷ്യരുടെ ജീവിത ശൈലി കൊണ്ട് തന്നെയാണ് പല ആളുകൾക്കും ക്യാൻസർ വരുന്നത് എന്നാണ് പഠനങ്ങൾ പഠിപ്പിക്കുന്നത്. നമ്മളത് ആലോചിക്കൂല. നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച്, ദുന്യാവല്ലേ, എങ്ങനെയൊക്കെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയോ അങ്ങനെ 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 കഴിച്ച് മരിച്ചു പോവുക. ഒരു ചെറിയ ശ്രദ്ധ തുടർച്ചയായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയും. ഞാൻ ഈ അടുത്ത് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ഒരു ക്ലാസ് കേട്ടപ്പോ എനിക്ക് തോന്നി, നമ്മുടെ ഒക്കെ വീടുകളിൽ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയെ കുറിച്ച് അയാൾ പറയണ്ടായി. അയാൾ പറഞ്ഞു, നമ്മൾ സാധാരണ പപ്പടം പൊരിക്കാൻ എണ്ണ ഉപയോഗിക്കും. ആ എണ്ണ തന്നെ നമ്മൾ അടുത്ത പഴംപൊരി ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ഒരു എണ്ണ ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞ് അത് രണ്ടാമത്തെ തവണ ഉപയോഗിക്കുമ്പോൾ, അത് ചൂടാക്കുമ്പോൾ മനുഷ്യ ശരീരത്തിന് ഹാനികരമായ വിഷാംശങ്ങൾ ആ എണ്ണയിൽ ഉണ്ടാകുന്നു എന്നയാൾ തെളിവ് സഹിതം പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു, നമ്മൾ സാധാരണ പല ഭാഗങ്ങളിൽ നിന്നും വാങ്ങുന്ന ചിപ്സ് പോലെയുള്ള സാധനങ്ങൾ, അതിലൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഇനി ആരും ഒന്നും തിന്നരുത്, കഴിക്കരുത് എന്നല്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കൽ ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബാധ്യതയാണ്. അയാൾ പറയാണ്, തൃശ്ശൂർ ടൗണില് ലൈവായിട്ട് ഈ കായ വറുത്തത് വിൽക്കുന്ന ആളുകൾ, അവരുടെ അടുക്കലേക്ക് ഒരു പരിശോധനയുടെ ഭാഗമായിട്ട് ചെന്നിട്ട് വെറുതെ അങ്ങനെ തമാശയിൽ ഇങ്ങനെ ചോദിച്ചു, അല്ല നിങ്ങൾ എത്ര ദിവസങ്ങളായി, എത്ര കാലമായി നിങ്ങൾ ഈ എണ്ണ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? വലിയ ഒരു കറുത്ത ചീനച്ചട്ടിയുമായിട്ടൊക്കെ ഒരാളിങ്ങനെ ഇരിക്കുകയാണ്. അയാൾ പറഞ്ഞു, അത്രേ, ഞാൻ ഈ കച്ചവടം തുടങ്ങിയ അന്ന് മുതൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ്, അതിങ്ങനെ കുറയുന്നതിനനുസരിച്ച് അതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുമെന്ന്. അപ്പൊ ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക, അത് വളരെ പ്രധാനമാണ്. അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകുമാറാകട്ടെ. അതുള്ള വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ കഴിഞ്ഞ വർഷം നോബേൽ സമ്മാനം നേടിയ യോഹിനോരി എന്ന് പറയുന്ന ജപ്പാൻകാരനായ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം അത് നേടിയത് ഫിസിയോളജി ഓർ മെഡിസിൻ, ഒന്നുകിൽ ശരീരശാസ്ത്രം, വൈദ്യശാസ്ത്രം, ഇതിന്റെ സംയുക്തമായ വിഭാഗത്തിലാണ് യോഹിനോരി എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ അദ്ദേഹം നോബേൽ സമ്മാനം നേടി. അദ്ദേഹം കണ്ടെത്തിയ കാര്യം, മനുഷ്യന്റെ ശരീരം സ്വമേധയാ കോശങ്ങൾ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുക, അതായത് ഭക്ഷണം കഴിച്ച് മനുഷ്യന് വിശക്കുമ്പോൾ ആ വിശക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ മനുഷ്യന്റെ ശരീരത്തിലുള്ള നിർജീവമായ കോശങ്ങളെ ശരീരം ഇങ്ങനെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഭക്ഷിക്കുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിലുള്ള കോശങ്ങൾ കൊണ്ടുണ്ടാകുന്ന നിരവധി രോഗങ്ങളെ ശരീരം പ്രതിരോധിക്കുന്നുണ്ട് എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തുകയുണ്ടായി. സ്വയം ശരീരത്തിലെ കോശങ്ങളെ ഭക്ഷിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ നോക്കൂ. അല്ലാഹു തആല ഒരു വർഷം നിർബന്ധമാക്കിയ വ്രതാനുഷ്ഠാനത്തിലൂടെ യഥാർത്ഥത്തിൽ ശരീരം ഈ ഒരു രോഗപ്രതിരോധ ശേഷി കൈവരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയത് തന്നെ നിങ്ങൾ വ്രതമനുഷ്ഠിക്കൂ, നിങ്ങൾ ആരോഗ്യമുള്ളവരാകൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. നിസ്കാരത്തിന്റെ വലിയ ഒരംശം ആരോഗ്യമാണ്.
നിസ്കാരത്തിന്റെ ഓരോ കർമ്മങ്ങളും ഉയരുകയും താഴുകയും അതുപോലെ ഭൂമിയിലേക്ക് ചേരുകയും ചെയ്യുമ്പോ ആരോഗ്യപരമായി മനുഷ്യർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം നമ്മോട് വിളംബരം ചെയ്യുന്നുണ്ട്. അത് നശിപ്പിക്കുന്ന എന്തെല്ലാം ഉണ്ടോ ഞാൻ സാന്ദർഭികമായി പറയുകയാണ്. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശരീരങ്ങളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കരുത്. ഉദാഹരണമായിട്ട് പുകവലിക്കുന്ന ആളുകൾ, പുകയില ഉപയോഗിക്കുന്ന ആളുകൾ ശരീരത്തെ നശിപ്പിക്കുന്ന ആളുകളല്ലേ? അത് ഇന്ന് വളരെ കുറവാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പണ്ട് നമുക്കിടയിൽ ഒരു 10 ആളുകളുണ്ടെങ്കിൽ അതിൽപ്പെട്ട ഒരു 4 ആളുകളെങ്കിലും പുക വലിക്കുന്നവരായിരുന്നു. പരസ്യമായിട്ട് വലിക്കുന്നതിനൊന്നും ഒരു തടസ്സമല്ലായിരുന്നു. എന്നാൽ ഇന്ന് 10 ആളുകളിൽ ഒരാള് പുക വലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. പക്ഷെ ഇല്ല എന്ന് പറയുന്നില്ല. ചെറുപ്പക്കാർക്കിടയിലൊക്കെ ഇപ്പോഴും അതുണ്ട്. ഓരോ സിഗരറ്റിന്റെയും പുകവലിക്കാൻ ഉപയോഗിക്കുന്ന ഓരോന്നിന്റെയും പുറത്തെഴുതി വെച്ചിട്ടുണ്ടാവും ശരീരത്തിന് ഹാനികരം. അത് വാങ്ങി വലിക്കുന്നവർ ചെയ്യുന്നത്, ഒന്ന് സ്വന്തം ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുക, 2 മറ്റുള്ള ആളുകളുടെ ശരീരത്തിനും അവരുടെ മനസ്സിനും അവരുടെ അന്തരീക്ഷത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുക. അള്ളാഹുവിന്റെ ദീൻ സുഗന്ധത്തെ സ്നേഹിക്കുന്ന ദീനാണ്. റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഹുബ്ബിബ ഇലയ്യ ത്വീബു വന്നിസാ, എനിക്ക് സുഗന്ധവും അപ്രകാരം എന്റെ ഭാര്യമാരുമായുള്ള ഇടപെടലുകളും വലിയ ഇഷ്ടമാണെന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സുഗന്ധം ഇഷ്ടപ്പെടുന്ന ദീൻ ദുർഗന്ധമുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളെയും കണിശമായി എതിർത്തിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉള്ളി ഭക്ഷണമായി കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഇന്നത്തെ പോലെയല്ലല്ലോ. അന്നൊരു പക്ഷേ ഉള്ളി കഴിച്ചാൽ അതൊരു പക്ഷേ വേഗത്തിൽ അതിന്റെ ദുർഗന്ധം പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. റസൂലുള്ളാഹി തങ്ങൾ അത് കഴിച്ചില്ല. അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബിയായ അബൂ അയ്യൂബൽ അൻസ്വാരി ചോദിച്ചു, നബിയെ, എന്താണ് നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കാത്തത്? നിങ്ങൾക്കതിനോട് എന്താണ് അനിഷ്ടം? അവിടുന്ന് പറഞ്ഞു, ഞാനത് കഴിക്കില്ല. ഞാൻ ഇന്നി ഉനാജി നിങ്ങൾ സംഭാഷണം നടത്താത്തവരുമായി ഞാൻ സംഭാഷണം നടത്തുന്നയാളാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദുർഗന്ധത്തെ പ്രതിരോധിച്ചു. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഉള്ളി ഭക്ഷണമായി കഴിച്ച് അതിന്റെ ദുർഗന്ധമുണ്ട് എങ്കിൽ നിങ്ങൾ പള്ളിയിലേക്ക് വരരുത്, അത് മറ്റുള്ളവർക്ക് പ്രയാസാകും. നമ്മൾ ആലോചിക്കുക, അങ്ങനെയുള്ളത് ഉപയോഗിക്കുന്ന ആളുകൾ, അതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, പാൻപരാഗ് ഉപയോഗിക്കുന്ന ആളുകൾ മനുഷ്യ ശരീരത്തിന് ഹാനികരമാകും എന്ന് എന്തെല്ലാം നമ്മോട് പറയപ്പെട്ടിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം വിശ്വാസികളായ നമ്മൾ വിട്ടുനിൽക്കുന്നത് റഹ്മാനായ റബ്ബിനുള്ള നന്ദിയുടെ ഭാഗമായിട്ടാണ്. നമുക്കത് നശിപ്പിക്കാൻ അധികാരമില്ല, നമ്മളത് നശിപ്പിക്കാൻ പാടുള്ളവരല്ല. അതിൽ പെട്ടത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണുകളെയും കാതുകളെയും നശിപ്പിക്കുന്ന, നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവണതകളിൽ നമ്മൾ ഉൾപ്പെടുക എന്നുള്ളത്. ഒരുപക്ഷെ ഞാനത് ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയട്ടെ, നമ്മുടെ വാഹനങ്ങളുടെ നിയന്ത്രണങ്ങൾ അതിൽ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് 2 വീലറുകൾ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ, 2 വീലറുകൾ ഓടിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, വിശ്വാസികളായ നമ്മൾ വളരെ ഗൗരവത്തോടെ നമ്മുടെ നാടിന്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടവരാണ്. അല്ലാതെ നിയമം എന്ന് പറഞ്ഞാൽ അത് ലംഘിക്കാനുള്ളതാണ് എന്ന തിയറി ഒരു മുസ്ലിമിന് പാടില്ല. നമ്മുടെ നാടിന്റെ നിയമം അനുസരിക്കണം. 18 വയസ്സാകുന്നതിന്റെ മുമ്പ് മക്കളുടെ കയ്യിൽ വാഹനങ്ങൾ കൊടുത്തുവിടുന്ന രക്ഷിതാക്കൾക്കെതിരായി നടപടി ഉണ്ടാകുമെന്ന് നിയമം നമ്മോട് പറയുന്നുണ്ട്. എന്നാലും നമ്മൾ മക്കള് ഡ്രൈവിംഗ് പഠിക്കട്ടെ, മക്കള് വാഹനം ഓടിക്കട്ടെ, തിരക്കുള്ള റോഡുകളിലൂടെ
വാഹനമോടിക്കുക എന്ന് പറയുന്നത് എത്ര അപകടകരമാണ്. പ്രത്യേകിച്ച് അതിന് യോഗ്യതയില്ലാത്ത മക്കളെ കൊണ്ട് ആ അപകടത്തിൽ നിന്ന് നമ്മൾ സ്വയം രക്ഷ നേടണം. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഒരിക്കലും അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കരുത് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. നമ്മൾ ദുൽമു ചെയ്യുന്നവരല്ലല്ലോ. ഒരു മുസ്ലിം മറ്റു ഒരാൾക്കും ഒരു ദുൽമും ചെയ്യുന്നവരല്ല. അത് സർക്കാരാണെങ്കിലും അത് റോഡിലൂടെ പോകുന്നവരാണെങ്കിലും. നിങ്ങൾ ചിന്തിക്കണേ, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഹെൽമെറ്റ് ധരിക്കണമെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ എപ്പോ പോവുകയാണെങ്കിലും ആ ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു അലർജിയായി നമ്മൾ കാണും. എന്നിട്ട് ഹെൽമെറ്റ് ധരിക്കാത്ത ആളുകൾക്ക് ഫൈൻ ഈടാക്കുമ്പോ അതൊരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്യും. ഇതൊന്നും അല്ലാഹു തമ്പുരാന് ഈമാനോടുകൂടെ കാണുന്ന യുവ സുഹൃത്തുക്കളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായ കാര്യമല്ല. ഇതും അതാണല്ലോ, ഉപദേശമാണല്ലോ എന്നുള്ള നിലക്കാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ ഒന്നിനെയും നശിപ്പിക്കുന്ന, അതിന് ഉപദ്രവമുണ്ടാക്കുന്ന ഒരു പ്രവണതയെയും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അനുവദിക്കുന്നില്ല. ആരോഗ്യത്തെ നിലനിർത്തുക എന്ന് മാത്രമല്ല, ആരോഗ്യം നശിപ്പിക്കുന്ന എല്ലാറ്റിനെയും കഠിനമായി എതിർക്കുക എന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ തിയറിയാണ്. ഇസ്ലാം ബുദ്ധിക്ക് വലിയ പ്രാധാന്യം നൽകി. ആ ബുദ്ധിയെ വികസിപ്പിക്കാൻ അല്ലാഹു തആല നിരന്തരമായി ആഹ്വാനം ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ, പടച്ചോനെ ഞങ്ങൾക്ക് ബുദ്ധി വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ ദർശനങ്ങളുടെ അടിസ്ഥാനം ബുദ്ധിയാണ്. ബുദ്ധി കൊണ്ടുള്ള ചിന്തയാണ്. ആ ബുദ്ധിയിലാണ് ഇസ്ലാമിന്റെ നന്മകൾ രൂഢമൂലമായിരിക്കുന്നത്. ബുദ്ധിക്കും ആരോഗ്യമുണ്ട്, മനസ്സിന് ആരോഗ്യമുണ്ട്. അതിനെ നശിപ്പിക്കുന്ന എന്തെല്ലാമുണ്ടോ അത് നമ്മൾ കഠിനമായി എതിർക്കേണ്ടതും വളരെ കർശനമായി അതിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതുമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, കഞ്ചാവ് ഉപയോഗിക്കുക, അതുപോലെ ലഹരി ഉപയോഗിക്കുക. ഈ ഇരിക്കുന്ന ആരും അത് ഉപയോഗിക്കുന്നവരാണ് എന്ന് ഞാൻ ഈ പറയുന്നതിന് അർത്ഥമില്ല. പക്ഷേ നാമുമായി ബന്ധപ്പെട്ട ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കൂട്ടുകാർ, നാട്ടിൽ ഒരാളുണ്ടായാൽ മതി. തടഞ്ഞിട്ടില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, അതൊരു സാംക്രമിക രോഗമായി മാറും. അത് പകരും. 2 ആള് പോകും, 3 ആള് പോകും. അങ്ങനെ നാട്ടിലെ ഒരു വലിയ സമൂഹം തന്നെ ഇതിന്റെ അടിമകളായി മാറും. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി. നിങ്ങളിൽ ഒരാൾ ഒരു തിന്മ കണ്ടാൽ അവന്റെ കൈ കൊണ്ട് അതിനെ തടയട്ടെ. കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, ഓൻ ഭയങ്കര കഞ്ചാവിന്റെ ആളാണ്, ലഹരിയുടെ ആളാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല. ഇപ്പുറത്തിരുന്ന് പ്രസംഗം കേൾക്കുന്ന സഹോദരിമാര് ചിന്തിക്കണം. ആധുനിക കാലഘട്ടത്തിൽ കോളേജുകളിലേക്ക്, ഹോസ്റ്റലുകളിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്ന, +2-നും 10ാം ക്ലാസ്സിലുമൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ അവരുടെ ക്ലാസ്സിലെ ആൺകുട്ടികളോടുകൂടെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് മീഡിയകൾ നമ്മോട് പറയുന്നുണ്ട്. ഈ അടുത്ത് ഒരധ്യാപകൻ ഇത്തരമൊരു കുറ്റകൃത്യം പിടിച്ചതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ദിവസങ്ങളോളം ഇരിക്കേണ്ടി വന്ന ദാരുണമായ അവസ്ഥയെക്കുറിച്ച് ആ അധ്യാപകൻ മീഡിയയിലൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പെൺകുട്ടികൾ പരസ്യമായി പുകവലിക്കുന്നത് പലപ്പോഴും ആവേശത്തോടെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള ചില ആളുകൾ ഏറ്റെടുക്കുന്നത്. പെൺകുട്ടികൾ കഞ്ചാവ് വലിക്കുന്നു, പെൺകുട്ടികൾ ബിയർ ഉപയോഗിക്കുന്നു, പെൺകുട്ടികൾ മദ്യപാനം നടത്തുന്നു. പ്രത്യേകിച്ച് ഞാൻ ഈമാനുള്ള പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളുടെ മക്കള് ഹോസ്റ്റലുകളിൽ നിന്ന് പഠിക്കുന്നവരാണ് എങ്കിൽ
നിങ്ങളുടെ മക്കൾ കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ചെന്നൈയിലോ ബാംഗ്ലൂരിലോ സമാനമായ മറ്റു ഏതെങ്കിലും മെട്രോപൊളിറ്റൻ സിറ്റികളിലോ കൊച്ചിയിലോ നിങ്ങളുടെ മക്കൾ പഠിക്കുന്നവരാണെങ്കിൽ പലരും പറഞ്ഞ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയുകയാണ്, ഒന്ന്, പടച്ചോനോട് നന്നായി കാവൽ തേടുക. രണ്ട്, ആ മക്കൾക്ക് നടത്താൻ ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുമോ ആ രീതിയിൽ നിങ്ങൾ നിരീക്ഷിക്കുക. മൂന്ന്, അവർക്ക് സതുപദേശങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടേയിരിക്കുക. രക്ഷയില്ല പ്രിയപ്പെട്ടവരെ. ആണുങ്ങളെക്കാൾ മോശമായി പെൺകുട്ടികൾ പോലും മദ്യത്തിന്റെയും കഞ്ചാവിന്റെയും ലഹരി മരുന്നുകളുടെയും അടിമകളായി മാറിയത് ഒരു വാർത്തയെ അല്ലാതെയായി മാറിയിരിക്കുന്നു. പെണ്ണുങ്ങൾ കള്ളു കുടിച്ചുകൊണ്ട് ആളുകളെ അടിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ഇങ്ങനെ ഞാൻ പറയുന്നു, അല്ലാഹു തമ്പുരാൻ നൽകിയിരിക്കുന്ന ആരോഗ്യമെന്ന് പറയുന്ന നിഅമത്തിനെ നശിപ്പിക്കുക എന്നത് ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായ കാര്യമല്ല. അങ്ങനെ നശിപ്പിക്കുന്നവരും അതിനെ ദുരുപയോഗം ചെയ്യുന്നവരും ഉണ്ടാക്കുന്ന സ്വഭാവമാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ. അല്ലാഹുവേ, ഭൗതികമായത് ഞങ്ങൾക്ക് നീ തരണമേ, ദുന്യാവിലുള്ളത് ഞങ്ങൾക്ക് നീ തരണമേ എന്ന് അവര് ദുആ ചെയ്യുന്നത്. അതൊന്നു മാത്രമേ പറഞ്ഞുള്ളൂ, ആരോഗ്യം. ദുന്യാവിന്റെ വേറെ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ബിജാദൈനി എന്ന സ്വഹാബിയെ നിങ്ങൾ ഓർക്കണം. ബിജാദ് എന്ന് പറഞ്ഞാൽ പുതപ്പ് എന്നാണ് അർത്ഥം. ബിജാദൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് പുതപ്പ് എന്നാണ് അർത്ഥം. അബ്ദുൽ ഉസ്സ എന്നായിരുന്നു ആ സ്വഹാബിയുടെ പേര്. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ മദീനയുടെ പ്രാന്തപ്രദേശത്തുള്ള ഒരു മലഞ്ചെരുവിലാണ് ഈ മനുഷ്യൻ താമസിച്ചിരുന്നത്. ആ മലയിലേക്ക് വരുന്ന പലരും മദീനയിൽ വന്ന, യസ്രിബിൽ വന്ന മുഹമ്മദ് നബിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവസാനം അങ്ങനെ വന്ന ഒരാളിൽ നിന്ന് ഈ മനുഷ്യൻ മുസ്ലിമായി. നബിയെ കണ്ടിട്ടില്ല, അള്ളാന്റെ റസൂലിൽ വിശ്വസിച്ചു, റസൂലുള്ളാനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തിന് ഉപ്പയില്ല, ഉമ്മയില്ല, തന്റെ പിതാവിന്റെ ഒരു സഹോദരനാണ് ഇദ്ദേഹത്തിന് എല്ലാ സഹായങ്ങളും നൽകിയിരുന്നത്. അദ്ദേഹം തരക്കെടില്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെ ഈ വിശ്വാസത്തിന്റെ ഗരിമ മനസ്സിന്റെ ഉള്ളിൽ ഒരു വെളിച്ചമായി നിറച്ച് ഒരിക്കൽ ഈ സഹോദരൻ അബ്ദുൽ ഉസ്സ എന്ന ഈ സ്വഹാബി ആ പിതാവിന്റെ സഹോദരനോട് പറഞ്ഞു, പ്രിയപ്പെട്ട മൂത്താപ്പ, ഞാൻ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളോട് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആഗ്രഹങ്ങൾ എനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്കും ഒന്ന് വിശ്വസിച്ചുകൂടെ? എനിക്ക് നബിയെ ഒന്ന് കാണണം, അങ്ങോട്ടൊന്ന് പോകാൻ നിങ്ങൾ എനിക്ക് സമ്മതം നൽകണം. ഈ മനുഷ്യൻ പൊട്ടിത്തെറിച്ചു. ഈ മനുഷ്യൻ കോപത്തോടുകൂടെ തന്റെ ഈ സഹോദരനോട് അബ്ദുൽ ഉസ്സയോട് പറഞ്ഞു, നീ എത്ര അഭിശബ്ദനാണ്. നിനക്ക് ഞാൻ ഇത്രയും കാലം ആഹാരം നൽകിയില്ലേ? നിനക്ക് ഞാൻ ഇത്രയും കാലം സംരക്ഷണം നൽകിയില്ലേ? എന്നിട്ട് എന്നോട് പകരം നീ ഇതാണോ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ കോപിച്ച് തന്റെ വസ്ത്രങ്ങൾ മുഴുവൻ അഴിച്ചു മാറ്റി ഭക്ഷണത്തിൽ നിന്നൊരൽപ്പം പോലും കൊടുക്കാതെ ആ മനുഷ്യനെ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കിയപ്പോൾ അദ്ദേഹം റസൂലുള്ളാന്റെ പള്ളി അന്വേഷിച്ച് മലയിറങ്ങുകയാണ്. മദീനയിലെ മണലുകൾ വകഞ്ഞു മാറ്റി മരുഭൂമിയിലൂടെ അദ്ദേഹം നടക്കുകയാണ്. തന്റെ കയ്യിലുണ്ടായിരുന്നത്, തനിക്കൊടുക്കാനുണ്ടായിരുന്നത് അരയുടെ താഴെ നിന്നൊരു ചെറിയ പുതപ്പിന്റെ കഷ്ണം മാത്രമായിരുന്നു. അതിങ്ങനെ നടന്നാൽ ഔറത്ത് വെളിവായി പോകും. അങ്ങനെ വന്ന് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് എത്തുമ്പോഴേക്ക് ഈ മനുഷ്യന്റെ ശരീരത്തിലുള്ള പുതപ്പുകൾ രണ്ട് പുതപ്പുകളായി മാറിയിരുന്നു. അത് രണ്ട് കഷ്ണമായി മാറിയിരുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇതാണ് മനസ്സ്, ഇതാണ് ആരോഗ്യം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ സ്വഹാബികൾ കണ്ടപ്പോൾ
പേര് പറഞ്ഞില്ല, പകരം പറഞ്ഞു 2 പുതപ്പുള്ള ആൾ അവിടെ നിൽക്കുന്നുണ്ട്. ദുൽബിജാദൈൻ എന്ന പേരിൽ ഈ സ്വഹാബി വര്യൻ പ്രസക്തനാവുകയാണ്, പ്രശസ്തനാവുകയാണ്. ദുൽബിജാദൈൻ അല്ലാഹുവിന്റെ റസൂലിനോടുകൂടെ എല്ലാ യുദ്ധങ്ങളിലും പിന്നീട് പങ്കെടുത്തു. ഒരിക്കൽ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് രക്തസാക്ഷികൾക്ക് കിട്ടുന്ന അനുഭവങ്ങളെ കുറിച്ച് പറയാറുണ്ടല്ലോ. നബിയേ, എനിക്കങ്ങനെ ഒരു രക്തസാക്ഷിയാവാൻ വലിയ മോഹമുണ്ട്. റസൂലെ, ഞാൻ ഇത്രയും കാലം യുദ്ധത്തിൽ പങ്കെടുത്തു. റസൂലുള്ള പറഞ്ഞു, ഒരു അഗ്ദുൽബിജാദൈൻ, നിങ്ങൾ അല്ലാഹുവിനോട് ഈമാനോടെയുള്ള മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. രക്തസാക്ഷിത്വത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്തില്ല. അങ്ങനെ ചരിത്രം പറയുന്നു, തബൂക്ക് യുദ്ധം കഴിഞ്ഞ് അവരിങ്ങനെ മടങ്ങി വരുമ്പോൾ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നബിയും കുറച്ച് സ്വഹാബികളും ഒരല്പം ദൂരെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാനും അവിടെ ഓടിച്ചെന്നു. അവിടെ ഒരാളുടെ ഖബറടക്കം നടക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ആ ഖബറിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങിയിട്ടുണ്ട്. ആ ഖബറിലേക്ക് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് ഇറങ്ങിയിട്ടുണ്ട്. അത് മറ്റാരുടെയും മയ്യിത്തല്ല. അവിടെ വെച്ചുകൊണ്ട് സ്വാഭാവികമായ മരണം ദുൽബിജാദൈനിക്കുണ്ടായപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ഖബറിൽ ഇറങ്ങിയിട്ട് ആ മയ്യിത്ത് താഴ്ത്തി വെക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇതാണ് ആരോഗ്യം അവർ ചെലവഴിച്ച മാർഗം എന്ന് പറയുന്നത്. ദുനിയാവിൽ അവർക്ക് ലഭ്യമായ നേട്ടങ്ങളെ അവർ ഉപയോഗപ്പെടുത്തിയത് ഈ രീതിയിലാണ് എങ്കിൽ, ഇങ്ങനെ ഉപയോഗപ്പെടുത്താത്ത വിഭാഗത്തെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, വമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പരലോകത്തവർക്ക് യാതൊരു നേട്ടവുമില്ല, ആഖിറത്തിൽ അവർക്ക് യാതൊരു നേട്ടവുമില്ല. പിന്നെ ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് എന്ത് കാര്യം മുഅ്മിനീങ്ങളെ? ആഖിറത്തിൽ കാര്യം കിട്ടാതെ ദുനിയാവിൽ ജീവിച്ചിട്ട് എന്ത് കാര്യം? സമ്പത്ത് ദുനിയാവിലെ അനുഗ്രഹങ്ങളുടെ വലിയ ഒരു ഭാഗമാണ്. അല്ലാഹു നമ്മൾക്കൊക്കെ മതിയായത് തരട്ടെ, ഹലാലായത് അല്ലാഹു തആല തരട്ടെ. ആമീൻ പറഞ്ഞോളൂ. അല്ലാഹു തആല നമുക്ക് തരട്ടെ. പക്ഷേ അങ്ങനെ ഒന്ന് ആഗ്രഹിക്കാതെ ഏതെങ്കിലും രീതിയിൽ സമ്പാദിക്കുക, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക. റസൂലുള്ള പറഞ്ഞ ഒരു ഹദീസ് വളരെ പ്രസക്തമാണ്. മങ്കാന ഹമ്മുഹുദ് ദുനിയാ, ഒരാളുടെ മുഖ്യമായ വിഷയം ദുനിയാവായാൽ അതൊരു വലിയ പ്രശ്നമാണ്. എപ്പോഴും ഐഹിക കാര്യത്തിലുള്ള ചിന്ത, എപ്പോഴും ദുനിയാവിന്റെ കാര്യത്തിലുള്ള ആലോചന. അങ്ങനെയായാൽ അവൻ എപ്പോഴും സാമ്പത്തികമായ ചിന്തകളേ ഉള്ളൂ. അവർക്കെപ്പോഴും ഭൗതിക കാര്യത്തിന്റെ ഓരോ വിചാരങ്ങളെ കുറിച്ചുള്ള ആലോചനകളേ ഉള്ളൂ. അല്ലാഹു പറയുകയാണ്, ജഅലല്ലാഹുൽ ഫഖ്റ ബൈന ഐനൈ, അവരുടെ 2 കണ്ണുകൾക്കുമിടയിലും അല്ലാഹു തആല ദാരിദ്ര്യത്തെ സൃഷ്ടിക്കുമെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ദുനിയാവ് ദുനിയാവ് എന്ന് പറഞ്ഞ് നമ്മൾ സമ്പത്തിന്റെ നമ്മളുടെ സകലമാന ചിന്തകളും ബുദ്ധിയും തന്റെ ഇടവും അത് അതിജയിക്കുന്നതാവാൻ പാടില്ല. സമ്പത്ത് ഇതിനെല്ലാം അതിജയിക്കുന്ന സ്വഭാവം നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണം. വമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ലോകം കണ്ട വലിയൊരു ഭരണാധികാരി ഉണ്ടായി, 5ാം ഖലീഫ എന്നറിയപ്പെടുന്നു. 5ാം ഖലീഫ വലിയ ഭരണാധികാരിയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നമ്മൾ സാധാരണ ചെറുപ്പം മുതലൊക്കെ കേൾക്കുന്ന ഓരോ ചെറിയ ചെറിയ കഥകളുണ്ട്. ഒരിക്കൽ ഭാര്യയോട് അല്ലേ, ഭാര്യ പിന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് പറയാണ്, എനിക്ക് കുറച്ച്
മുന്തിരി തിന്നാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഭാര്യയോട് ഭരണാധികാരി പറയാണ്, എന്താ പറയണത്? എന്റെ അടുക്കൽ ഒന്നുമില്ല. അപ്പൊ ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വലിയ രാജാവല്ലേ, അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് പാട്ടമൊക്കെ കേട്ട അവിടെ ഇരിക്കും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മാർഗം സ്വീകരിച്ച ഈ ഭരണാധികാരി 4 അണയില്ലാത്ത മനുഷ്യനായിട്ട് മാറിയതാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മദീനയിൽ നിന്ന് യാത്ര ചെയ്ത് അദ്ദേഹം ഭരണം നടത്തിയ 3 വർഷങ്ങളിൽ ഡമസ്കസ് കേന്ദ്രീകരിച്ചായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ഭരണമുണ്ടായിരുന്നത്. നല്ല ആരോഗ്യവാനായിരുന്നു. ഭരണത്തിന് മുമ്പ് നല്ല ആഡംബരങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന ആളായിരുന്നു. എല്ലാ സൗകര്യങ്ങളുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദായ അബൂ ഹാസിം എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ ഒരിക്കൽ കാണാൻ വേണ്ടി കടന്നു ചെന്നപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. എന്തേ കാര്യം? താൻ താമസിക്കുന്ന ആ ചെറിയ സ്ഥലത്ത് കുറെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പണ്ഡിതന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്. ഇതിനിടയിൽ നോക്കിയപ്പോ മുഖമെല്ലാം ചുളിഞ്ഞ് കണ്ണുകളെല്ലാം കുഴിഞ്ഞ് പാവപ്പെട്ട ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉസ്താദിന് മനസ്സിലായി, ഇത് തന്നെയാണ് ഞാൻ തേടി വന്ന എന്റെ ശിഷ്യൻ. അത്ഭുതത്തോടെ ചോദിച്ചു, എന്താണ് ഉമറേ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ വലിയ ആഡംബരപ്രിയനായിരുന്നല്ലോ. കാന മർക്കബുക അലിയ, നിങ്ങൾ വലിയ വാഹനം ഉപയോഗിക്കുന്ന ആളാണല്ലോ. നിങ്ങൾ നല്ല സുഭിക്ഷമായ ആഹാരം കഴിച്ചിരുന്ന ആളാണല്ലോ. നിങ്ങൾക്ക് ഒരുപാട് കാവൽക്കാരുണ്ടായിരുന്നല്ലോ. നിങ്ങൾ നല്ല സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളായിരുന്നല്ലോ. ഫമല്ലദീ ഗയ്യറക വഅൻത അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ അമീറുൽ മുഅ്മിനാനായപ്പോ എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ മാറ്റമുണ്ടായത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി, ഈ കാലഘട്ടത്തിന്റെ സൗകര്യങ്ങൾ കിട്ടുമ്പോ റഹ്മാനായ റബ്ബിനെ മറക്കാൻ തൽപരരായ എനിക്കും നിങ്ങൾക്കും ഏറ്റവും വലിയ പാഠമാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, ഉസ്താദേ, എന്നെ നിങ്ങൾ ഇന്ന് ആക്ഷേപിച്ചല്ലോ. എനിക്ക് പ്രൗഢിയില്ല, എന്റെ വസ്ത്രം മുഷിഞ്ഞതാണ്, എന്റെ മുഖം വളരെ കുഴിഞ്ഞു പോയതാണ്, എന്റെ ഭക്ഷണം വളരെ ചെറുതാണ്, ലളിതമാണ്. നിങ്ങൾ ഇന്ന് എന്നെ ആക്ഷേപിച്ചല്ലോ. കൈഫ ലൗ റഅയ്തനീ ബഅദ സലാസ്, ഞാൻ മരിച്ച് ഒരു 3 ദിവസം കഴിഞ്ഞ് എന്നെ നിങ്ങൾ കണ്ടാൽ, എന്റെ ഖബറിന്റെ അകത്തുള്ള എന്റെ രൂപം നിങ്ങൾ കണ്ടാൽ എന്തായിരിക്കും ഉസ്താദേ എന്റെ അവസ്ഥ? വഖദ് സാല വഖദ്, എന്റെ മുഖത്ത് നിന്ന് എന്റെ കണ്ണുകൾ കവിൾത്തടങ്ങളിലൂടെ ഒലിച്ചിട്ടുണ്ട്. എന്റെ വയറെല്ലാം പിളർന്ന് ആ വയറിലൂടെ പുഴുക്കളെല്ലാം ഇങ്ങനെ ഒലിക്കൊഴുകുന്നുണ്ട്, പുഴുക്കളെല്ലാം ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ എന്നെ ആക്ഷേപിച്ചുവെങ്കിൽ അന്ന് നിങ്ങൾ എന്നെ എത്ര മോശമായ രീതിയിൽ പറയും. അതുകൊണ്ട് ഞാൻ അത് ഓർത്തിട്ടാണ് ഞാൻ എന്റെ ഭൗതികമായ ആഡംബരങ്ങളെ, എന്റെ സൗകര്യങ്ങളെ, ഒരു ഭരണാധികാരി എന്ന രീതിയിൽ കിട്ടുന്ന എല്ലാ നേട്ടങ്ങളെയും ഞാൻ ഒഴിവാക്കിയത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അങ്ങനെയുള്ള മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു തആല ആഖിറത്തിൽ യാതൊന്നും നൽകൂല എന്നാ പറഞ്ഞത്. എന്താണെങ്കിൽ, ദുന്യാവാണെങ്കിൽ ദുന്യാവിന്റെ ആ താല്പര്യവും ആ ഇഷ്ടവുമാണ് എങ്കിൽ അതാണ് ഒന്നാമത്തെ വിഭാഗം എന്ന് ഖുർആൻ.
ജനങ്ങൾക്കിടയിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ ദുനിയാവിനെ ആഗ്രഹിക്കുന്നവരാണ്. പല ആയത്തുകളിലും അവരുടെ പല സ്വഭാവങ്ങളും അള്ളാഹു പറയുന്നു. അവരുടെ ചിന്ത എന്താ? നമൂതു വനഹ്യ വമാ നഹ്നു ബിമബഊസീൻ. നമ്മൾ ജീവിക്കുന്നു, മരിക്കുന്നു, അതല്ലാതെ നമുക്ക് ഈ ആഖിറം എന്ന് പറഞ്ഞ ഒന്നില്ല. നമ്മൾ രണ്ടാമത് വരുന്നവരല്ല. അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ അഇദാ കുന്നാ ഇളാമൻ നഖിറ ഖാലൂ തിൽക ഇദൻ കറത്തുൻ ഖാസിറ. നമ്മൾ ഖബറിനുള്ളിൽ പോയി കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ മടക്കപ്പെടുകയോ എങ്കിൽ അത് വളരെ മോശമായ ഒരു സാഹചര്യം തന്നെയായിരിക്കും. لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظاما. മരിച്ചു കഴിഞ്ഞ ശേഷം അവന്റെ എല്ലുകൾ രണ്ടാമത് കൂട്ടിച്ചേർക്കുകയില്ല എന്നാണോ അവൻ വിചാരിക്കുന്നത്? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അവന്റെ വിരൽ തുമ്പുകൾ പോലും ശരിപ്പെടുത്താൻ കഴിയുന്നവനാണ് അല്ലാഹു തആല. മുഅ്മിനീങ്ങളെ, ഈ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നത്. പലിശ അധിഷ്ഠിതമാക്കി പലിശ കൊടുക്കുകയും പലിശക്കെടുക്കുകയും അങ്ങനെ ഭൗതിക ലോകത്തുള്ള ജീവിതം, ഭക്ഷണം, സൗകര്യം, മക്കളെ പരിപാലനം, വീട്, കാറ്, ഈ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് പരലോകത്ത് യാതൊരു നന്മയും പ്രതീക്ഷിക്കാതെ ദുനിയാവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ മാത്രമാണ്. ഇനി ആ ആയത്തിന്റെ രണ്ടാമത്തെ വചനത്തിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. വമിൻഹും മൻ യഖൂൽ. ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എങ്ങനെയാണ് അവർ പറയുന്നത്? ഈ ആയത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഏത്? ഒന്ന് പറഞ്ഞോളൂ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. ഒന്ന് പറഞ്ഞോളൂ. വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഇതൊരു ദുആ മാത്രല്ല, ഇതാണ് ജീവിതം. ഇത് തന്നെയാണ് ജീവിതം. ഇത് മാത്രമാണ് ജീവിതം. റബ്ബന. ഇവര് പറയണത് എന്താ? ഇവര് ചിന്തിക്കുന്നത് എന്താ? ഇവര് തേടുന്നത് എന്താ? ഒരു ദുന്യാവിനെ കാണുന്നത് ഒരിടത്താവളായിട്ടാണ്. അവർക്ക് കിട്ടുന്ന അവസരത്തെ കാണുന്നത് അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കിത് ഓരോന്ന് തരാന്നാണ്. അതുകൊണ്ട് അവര് പറയും റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അല്ലാഹുവേ, ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നല്ലത് തരേണമേ. ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഞങ്ങളുടെ രക്തത്തിന്റെ മാംസത്തിന്റെ ഭാഗമായി മാറുമ്പോ അതിൽ ഒരു സുഹ്ത് പാടില്ല, നിഷിദ്ധമായത് പാടില്ല. ചിന്തിക്കണം. ഒരു പലിശ വാങ്ങൂല, ഒരു കൊള്ളയടിക്കൂല, ഓല് ദ്രോഹിക്കൂല. അവരെന്തെങ്കിലും കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കൂല. ചിന്തിക്കണം. നമ്മള് വലിയൊരു വിഭാഗം അങ്ങനെ മുന്നോട്ട് പോകണ്ടോ എന്ന് സംശയിക്കണം. നമ്മള് ഹസന ഒഴിവാക്കിയിട്ട് റബ്ബന ആതിനാ ഫിദ്ദുനിയ, അതല്ല. നമ്മളൊക്കെ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന അല്ലേ? എല്ലാ കടകളുടെ അകത്തും CCTV വെച്ചിരിക്കുന്ന കാലമാണ്. എല്ലാ ക്യാഷിന്റെ സ്ഥാനങ്ങളിലേക്കും CCTV തിരിച്ചു വെച്ചിരിക്കുന്ന കാലമാണ്. എന്തേ വെക്കാൻ കാരണം? നമ്മൾ ഈ കള്ളം, കക്കുക, മോഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞൊരു രീതി ഉണ്ടായിരുന്നു. ഇന്ന് കക്കളിനും മോഷ്ടിക്കലിനും മാന്യതയുടെ പരിവേഷം നൽകിയിരിക്കുക അല്ല. ഈ അഴിമതി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആ വാക്ക് അങ്ങനെ ആയതുകൊണ്ടല്ലേ, യഥാർത്ഥത്തിൽ അതൊരു തരം മോഷണമാണല്ലോ. വലിയ മാന്യന്മാരാണ്. അഴിമതി
അതോടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മൾ എല്ലാരും ഇൻവോൾവ് ആകുന്ന ഒന്നല്ല എന്ന് വേണമെങ്കിലും നമുക്ക് സമാധാനിക്കാം. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പല രീതിയിലും മോഷ്ടിക്കുന്ന ആളുകൾ, ചെറിയ ജോലി ചെയ്യുന്ന ആളുകൾ മുതൽ, ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല, ഈ ഇരിക്കുന്ന എനിക്കടക്കമുള്ള ആളുകൾക്ക് ഓരോ മഴീഷത്തുണ്ട്, ഓരോ ഉത്തരവാദിത്തമുണ്ട്. നമ്മളൊക്കെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. നമുക്ക് അവിടുന്ന് മാസത്തിൽ ശമ്പളം തരുമ്പോ ആ ശമ്പളത്തിന് നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് മുതൽ ഒരു ഓട്ടോ ഓടിക്കുന്ന ആള്, അയാൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അയാള് ആ ഓട്ടോയിൽ കൊണ്ടുപോകുന്ന ആളുടെ അടുക്കൽ നിന്ന് വാങ്ങാൻ അനുവദിക്കപ്പെട്ട ഒരു പൈസ ഉണ്ട്. ഒരു കച്ചവടക്കാരൻ, അതിന്റെ ലാഭത്തിന് അയാൾക്കൊരു പരിധി ഉണ്ട്. ഒരു ഇടപാട് നടത്തുന്ന ആള്, എല്ലാം അങ്ങനെ തന്നെ. ചിന്തിക്കണം, മോഷ്ടിക്കണേന് പരിധിയില്ല. എൻ്റെ ഒരു സുഹൃത്ത്, കോളേജിന്റെ തൊട്ടടുക്കലുള്ള ഒരു സുഹൃത്ത് ഇന്നലെ എന്നോട് പറഞ്ഞു, ഈ സുഹൃത്തിന്റെ മറ്റൊരു സുഹൃത്തും അവന്റെ ഉമ്മയും, അമ്മ, അവന്റെ അമ്മയും രണ്ടാളും ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അമ്മയെ പെങ്ങളുടെ വീട് കുറച്ച് അപ്പുറത്താണ്, പെങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കാണ്. നമ്മൾ ചിന്തിക്കണം, ഇന്നിപ്പോ ആകെ ഭീതിയാണ് എല്ലായിടത്തും. കറുത്ത സ്റ്റിക്കർ, വെളുത്ത സ്റ്റിക്കർ, അത് എന്ന് പറഞ്ഞത് ഭീതിപ്പെടുത്താനല്ല, ഞാൻ അതിന്റെ ഒരു വശം പറയാം. അങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ മോളുടെ വീട്ടിലേക്ക് പോണതും അതുപോലെ ബസ് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങനെ ചെല്ലണം എന്നൊക്കെ പറയുന്നതും എല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ട അമ്മയോട് ഈ മോന് പറഞ്ഞു. അങ്ങനെ ഇവര് ബസ്സിൽ കയറിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഈ അമ്മയുടെ തൊട്ടടുക്കലിരുന്ന് പറഞ്ഞു, നിങ്ങളുടെ മോന്റെ കൂട്ടുകാരനാണ് ഞാൻ, നിങ്ങൾ മോളുടെ വീട്ടിൽ പോവാണല്ലേ, ഞാനും അങ്ങോട്ട് തന്നെയാണ്, ഞാനും ആ ഭാഗത്തേക്ക് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കമ്പനി. കാരണം അപ്പോൾ പിന്നെയാണ് മനസ്സിലാകുന്നത്, ഇവൻ മോനും ഈ അമ്മയും സംസാരിക്കുമ്പോ തൊട്ടു പിന്നിൽ ഇവണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് ഇറങ്ങിയപ്പോ അവൻ ആ അമ്മയുടെ, അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ നടന്ന് ആരുമില്ലാത്ത സ്ഥലത്തെത്തിയപ്പോൾ അമ്മയുടെ കഴുത്തിൽ നിന്ന് വലിയ ഒരു ചെയിന് പൊട്ടിക്കുകയും ഓടുകയും ചെയ്തു. മിനിഞ്ഞാന്നുണ്ടായതാണ്. ഇന്നലെയാണ് എന്നോട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്. കൗമിൽപ്പെട്ട പലരും വിശ്വസ്തതയില്ലാതെയായ കാലഘട്ടം. ചിന്തിക്കണം, മുതലാളി ഏൽപ്പിച്ചിട്ടുണ്ട് അവിടെ കച്ചവടം ചെയ്യുവാൻ. മുതലാളി ഇല്ലെങ്കിൽ കച്ചവടം ചെയ്യണില്ല. ഇനി മുതലാളി ഇല്ലെങ്കിലോ ആ മുതലാളിയെ പരമദരിദ്രനാക്കി മാറ്റുന്നയാള്. എത്ര അനുഭവങ്ങളാണ് ഈ ഇരിക്കുന്നവരിലൊന്നും അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ജീവിതത്തിൽ എവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷിന്റെ ആ ഇതിൽ നിന്ന് മോഷ്ടിക്കുക. എത്ര ആൾക്കാരാ സങ്കടം പറയാറെന്നറിയാം. അതുപോലെ തന്നെ കടകളിൽ പോയിട്ട് അവിടുന്ന് മോഷ്ടിക്കുക. ഇതൊന്നും നമ്മളുടെ മുഅ്മിനീങ്ങൾ ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത് വർദ്ധിച്ചു വരുന്ന കാലമാണ്. സൂക്ഷിക്കാൻ വേണ്ടി പറയാണ്, ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. ഹലാലായ ഭക്ഷണത്തിലൂടെ, ഹലാലായ സമ്പാദ്യത്തിലൂടെ ഹലാലായ ആരോഗ്യം നൽകണേ, നല്ല ആരോഗ്യം നൽകണേ. ആ ആരോഗ്യം കൊണ്ട് നിസ്കരിക്കാൻ കഴിയണേ, മനസ്സിന് നല്ല കരുത്ത് നൽകണേ. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഇമാം മാറ്റി വെക്കുക. അങ്ങനത്തെ മനസ്സല്ല. നല്ല ഉറച്ച മനസ്സ്, നല്ല കനമുള്ള മനസ്സ്, പ്രതിരോധിക്കാൻ കഴിയാത്ത മനസ്സ്, പ്രതിരോധിക്കാൻ കഴിയുന്ന മനസ്സ്, അള്ളാഹുവിന്റെ വിചാരത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ കഴിയുന്ന മനസ്സ്. അങ്ങനെയുള്ള മനസ്സ് തരണമേ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മനസ്സ്, സയ്യിദുനാ സഅദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മനസ്സ്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമൈർ ഇബ്നു അബീ വഖാസിനെ പോലെയുള്ള മനസ്സ്, ചഞ്ചലമാവാത്ത മനസ്സ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. നല്ല ഭാര്യയെ തരണമേ, നല്ല മക്കളെ തരണമേ. ചുരുക്കത്തിൽ ദുനിയാവിൽ നല്ലതു മാത്രം തരണമേ. അങ്ങനെ ഞങ്ങൾക്ക് തന്ന് വഫിൽ ആഖിറതി ഹസന, പരലോകത്തും ഞങ്ങൾക്ക് നല്ലത് തരണമേ.
ഒരു ഹദീസ് നമുക്ക് കൂട്ടിച്ചേർക്കാം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അർബഉം മിനസ് സആദ, ഒരു വ്യക്തിക്ക് അല്ലാഹു ദുനിയാവിൽ വിജയം നൽകി എന്നുള്ളതിന്റെ അടയാളം അവന് 4 കാര്യം കിട്ടി എന്നുള്ളതാണ്. 1, സദ്വൃത്തയായ ഭാര്യ, ഈമാനുള്ള ഇണ, നല്ല തഖ്വയുള്ള, സുബ്ഹിക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന, ഹജ്ജിന് പ്രേരിപ്പിക്കുന്ന, നല്ല കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ഭാര്യ. രണ്ടാമത്തേത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രണ്ടാമത്തേത് നല്ല ഒരു അയൽവാസി. മൂന്നാമത്തേത് വിശാലമായ ഒരു വീട്. നാലാമത്തേത് നല്ല ഒരു വാഹനം. അപ്പൊ ഞാൻ പറയുന്നു, ഇതൊക്കെ ദുനിയാവിൽ അല്ലാഹു തആല നൽകുന്ന ഹസനത്തിന്റെ ഭാഗങ്ങളാണ്. ഒരാൾക്ക് നല്ലൊരു വാഹനം ഉണ്ടാവുക ഒരു നിഅമത്താണ്. ആ വാഹനം അയാൾക്ക് ഉപയോഗിക്കാൻ കഴിയുക, ആ വാഹനം കൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയുക. ഫിൽ ആഖിറതി ഹസന, പരലോകത്തും നല്ലതു മാത്രം. വഖിനാ അദാബന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കുകയും ചെയ്യണമേ. ഈ ആധുനിക കാലഘട്ടത്തിൽ വിശ്വാസികളായ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഭൗതികമായ ചില സൗകര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോ അതിനെ നമ്മൾ ദുരുപയോഗം ചെയ്ത് ദുനിയാവിലും ആഖിറത്തിലും കുഴപ്പമുണ്ടാക്കുന്ന പല സമ്പ്രദായങ്ങളിലും നമ്മൾ ഏർപ്പെടാറുണ്ട്. ചിന്തിക്കണം, ദുനിയാവില് അല്ലാഹു തആല ഇത്തരം സൗകര്യങ്ങൾ നമുക്ക് നൽകുമ്പോ അതൊരിക്കലും നമ്മുടെ അഹങ്കാരത്തിനോ അഹന്തക്കോ അഹംഭാവത്തിനോ കാരണമായേക്കാവരുത്. അല്ലാഹു പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ആധുനിക സൗകര്യങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട ഒരു വചനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. എന്താ പറയുന്നത്? തിൽക്കദ്ദാറുൽ ആഖിറ, പരലോകത്തെ സ്വർഗമാകുന്ന വീടുണ്ടല്ലോ, വഫിൽ ആഖിറതി ഹസന എന്ന് അല്ലാഹു തആല പറഞ്ഞ ആ സ്വർഗമാകുന്ന ഭവനമുണ്ടല്ലോ, നജ്അലുഹാ, ആ വീട് നമ്മൾ നൽകുന്നത് ലില്ലദീന, ഒരു കൂട്ടം ആളുകൾക്കാണ്. എന്താണ് ആ വിഭാഗത്തിന്റെ പ്രത്യേകത? ലാ യുരീദൂന ഉലുവാ, അവർ ദുനിയാവിൽ ഒരിക്കലും ഉയർച്ചയെ ആഗ്രഹിക്കുന്നവരല്ല, അവർ പദവിയെ ആഗ്രഹിക്കുന്നവരല്ല. എന്ന് പറഞ്ഞാൽ അവരുടെ വീട് കൊണ്ട് അവർ ഒരിക്കലും അഹങ്കരിക്കുകയില്ല. അടച്ചോൻ എനിക്ക് നല്ല വലിയ വീടുണ്ടല്ലോ, അവരുടെ വാഹനം കൊണ്ട്, അവരുടെ ആരോഗ്യം കൊണ്ട്, അവരുടെ സൗന്ദര്യം കൊണ്ട്. സഹോദരിമാരെ, സുഹൃത്തുക്കളെ, മനസ്സിൽ നിങ്ങൾ കുറിച്ചിട്ടോളൂ, മറ്റൊരാളെക്കാൾ വലിയവനാണ് ഞാൻ എന്ന ബോധം ഒരിക്കലും അത്തരം ആളുകളുടെ ജീവിതത്തിൽ അവർ പ്രകടിപ്പിക്കുകയേയില്ല. അവരുടെ മനസ്സിൽ അതുണ്ടാവുകയുമില്ല. വലാ ഫസാദാ, അവർ ദുനിയാവിൽ ജീവിക്കുമ്പോ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കില്ല. ഇന്ന് ആധുനിക സൗകര്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ മൊബൈൽ ഫോൺ, വാട്സാപ്പ്, ഫേസ്ബുക്ക്. ചുരുക്കിയ ഞാൻ പറയുന്നുള്ളൂ, തോന്നുന്നത് പറയാനും തോന്നുന്നവരെ എതിർക്കാനും ഇഷ്ടമില്ലാത്തവരെ ട്രോള് ചെയ്യാനും അല്ലാഹു നമ്മെ അനുവദിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, അതിന്റെ നിയന്ത്രണം അല്ലാഹുവിന്റെ അടുക്കലാണ്. അല്ലാഹുവേ, അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. നമ്മൾ ചിന്തിക്കുക, നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ, നമ്മളുടെ ഫേസ്ബുക്കിലൂടെ, നമ്മുടെ അത്യന്താധുനികമായ സൗകര്യങ്ങളിലൂടെ നമ്മൾ ഇഷ്ടമുള്ളവരെ തോൽപ്പിക്കുന്നു, എതിർക്കുന്നു, ട്രോള് ചെയ്യുന്നു, കളിയാക്കുന്നു. വലിയ ഒരു വിഭാഗം ഈ രീതിയിൽ അത്തരം സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു. ആലോചിച്ച് നോക്കണം, നമ്മൾ ഇത് എത്ര മോശമായ സംഗതിയാണെന്ന് ചിന്തിച്ചു നോക്കണം. ഒരൊറ്റ സംഭവം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ, ഏറ്റവും കഠിന ശത്രുവായിരുന്നു അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. ഏറ്റവും വലിയ ശത്രുവാണ്, പറയേണ്ടതില്ലല്ലോ. നബി അത്ര അധികം ഉപദ്രവിച്ച ആളാ. ഫിർഔനി
അശദ്ദു മിൻ ഫിർഔനി മൂസാ. പടച്ചോനെ, മൂസാ നബിക്ക് നീ നൽകിയ ഫിർഔനേക്കാൾ എത്രയോ മോശക്കാരനായ ഫിർഔനെയാണല്ലോ അല്ലാ എനിക്ക് നീ നൽകിയത് എന്ന് റസൂലുള്ള ആത്മകഥം ചെയ്തയാളാണ് അബൂജഹൽ. അബൂജഹലിന്റെ മകനാണ് ഇക്രിമത്തു ബിൻ അബീ ജഹൽ. നമ്മൾ റളിയല്ലാഹു അൻഹു പറയേണ്ട ആളാണ്, സ്വഹാബിയാണ്. ഇക്രിമ നല്ല പുള്ളിയായിരുന്നില്ല. എവിടെ കണ്ടാലും നിങ്ങൾ ഇക്രിമയെ കൊല്ലണം എന്ന് റസൂലുള്ള പ്രഖ്യാപിച്ചു. ഇക്രിമയെ എവിടെ കണ്ടാലും കൊല്ലണം. അങ്ങനെ മക്ക കീഴടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മുസ്ലിമാകാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്. നമ്മളൊക്കെ ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോ, നമ്മുടെ ആദർശങ്ങളെ രൂപീകരിക്കുമ്പോ, നമ്മുടെ ശത്രുപക്ഷത്ത് പലരെയും നമ്മൾ നിർത്തുമ്പോ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഓടി വരട്ടെ. നബിയുടെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ മുസ്ലിം ആകാണ് വലിയ വലിയ നേതാക്കള്, ശത്രുക്കളുടെ നേതാക്കന്മാരൊക്കെ. ഒരിക്കൽ വന്നു കുറെ സ്ത്രീകൾ വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ പ്രമുഖരുണ്ടായിരുന്നു, പെണ്ണുങ്ങളിലെ പ്രമുഖർ. ആരാണത്? ഒന്ന് നബി ചോദിച്ചു, നിങ്ങളാരാണ്? ആ സ്ത്രീ പറഞ്ഞു, അന ഹിന്ദു ബിന്ദു ഉത്ബാ, ഞാൻ ഉത്ബയുടെ മകളായ ഹിന്ദാണ്. ആര്? ഹംസ റളിയല്ലാഹു അൻഹുവിനെ കഷ്ണം കഷ്ണമായി വെട്ടിനുറുക്കിയ, ക്രൂരമായി വധിച്ചു കളഞ്ഞ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ കഷ്ണം കഷ്ണമായി പിച്ചി ചീന്തിയ ഹിന്ദെന്ന പെണ്ണ് റസൂലുള്ളാന്റെ അടുക്കൽ വന്ന് മുസ്ലിമാവുകയാണ്. അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിന്ദിന് സമ്മതം കൊടുത്തു. ഹിന്ദു മുസ്ലിമായി. അടുത്തയാള്, നിങ്ങളാരാ? ഞാൻ ഉമ്മു ഹക്കീമാണ്. ഏത് ഉമ്മു ഹക്കീം? ഞാൻ ഇക്രിമയുടെ ഭാര്യയാകുന്നു. ഇക്രിമ എവിടെ? ഇക്രിമ ഓടിപ്പോയല്ലോ നബിയെ. എന്തേ? നിങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ ഇക്രിമ ഓടിപ്പോയി. യാ റസൂലല്ലാഹ്, നിങ്ങൾ വധിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു ഹക്കീമേ, നിങ്ങൾ മുസ്ലിമായല്ലോ, നിങ്ങൾക്കുള്ള ആനുകൂല്യമായി ഇക്രിമയുടെ വധശിക്ഷ ഞാൻ പിൻവലിക്കുകയാണ്. ഇക്രിമയെ ഒരിക്കലും ഞാൻ ഇനി കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. ഉമ്മു ഹക്കീമിന് സന്തോഷായി. ഉമ്മു ഹക്കീം യാത്ര പോവാൻ. ഭർത്താവ് എവിടെയോ ഉണ്ട്. ഏതോ കടൽ തീരത്ത് ഭർത്താവുണ്ട്. എവിടെയോ ഭർത്താവ് കഴിഞ്ഞുകൂടുകയാണ്. ഭർത്താവിനെ അന്വേഷിച്ച് രാവും പകലും യാത്ര ചെയ്ത് അവസാനം ഒരു കടൽ തീരത്ത് കപ്പല് കാത്ത് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഇക്രിമയെ, ഭർത്താവായ ഇക്രിമയെ ഭാര്യയായ ഉമ്മു ഹക്കീം കണ്ടിട്ട് ഉമ്മു ഹക്കീം ഭർത്താവിന്റെ അടുക്കലേക്ക് ചെന്നു. ഭർത്താവിനും സന്തോഷായി. എന്തിനു വന്നു? ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാ. എവിടേക്ക്? മുഹമ്മദനെ കൊല്ലുമല്ലോ? ഇല്ല, മുഹമ്മദ് നിങ്ങളെ നബി ഒന്നും നിങ്ങളെ ചെയ്യില്ല. എന്നോട് സത്യം ചെയ്തിട്ടുണ്ട്. ഇക്രിമക്ക് സമാധാനമായി. കാരണം സ്വാദിഖുൽ മസ്ദൂഖാണല്ലോ. ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ആ വ്യവസ്ഥയെ ലംഘിക്കാത്തയാളാണല്ലോ. അതുകൊണ്ട് ഇക്രിമ തന്റെ ഭാര്യയോടുകൂടെ യാത്ര ചെയ്യാൻ തയ്യാറായി. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ നമ്മൾ ഒന്ന് കാക്കേണ്ടതില്ല. നമ്മളുടെ വർത്താനം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയാ. നമ്മളുടെ ഗീബത്തുകൾ, നമീമത്തുകൾ നമ്മൾ പിടിച്ചു നിർത്തേണ്ടതിനിയാ. നമ്മൾ പലരെയും ശത്രുക്കളാക്കുന്നത് നമ്മൾ നിർത്തേണ്ടതിനിയാ. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബികളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഈ വിവരമറിഞ്ഞിട്ട് അവരോട് സംസാരിക്കുന്നു. സ്വഹാബാ, നിങ്ങളുടെ അടുക്കലേക്ക് ഇക്രിമ വരാൻ പോവുകയാണ്. ഇക്രിമ നിങ്ങളിലേക്ക് വന്നാൽ ലാ തസുബ്ബു അബാ, ഒരിക്കലും നിങ്ങൾ ഇക്രിമയെ ചീത്ത പറയാൻ പാടില്ല.
നിങ്ങൾ ഇക്രിമയെ അധിക്ഷേപിക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഇക്രിമക്ക് ആ അധിക്ഷേപം കാരണം നേട്ടമൊന്നുമില്ല. അത് ഇക്രിമയെ ദുഃഖിപ്പിക്കുകയും പകരമായി അബൂജഹലിന് ഒരു ശിക്ഷയിൽ ഒരു വർധനവ് കൊടുക്കൂല. അതുകൊണ്ട് നിങ്ങൾ ആ പണിക്ക് നിൽക്കല്ലേ, ഇക്രിമയെ വേദനിപ്പിക്കല്ലേ. കണ്ടോ, ഇക്രിമ വന്നു. സാധാരണ അവിടുത്തെ മേൽമുണ്ടില്ലാതെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും അവിടെ നിന്നങ്ങ് പോവാറില്ല. പക്ഷേ ഇക്രിമയെ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഓടിപ്പോയി, അവിടുന്ന് ഓടിപ്പോയി റസൂലുള്ളാഹി തങ്ങൾ ഇക്രിമയെ അങ്ങ് കെട്ടിപ്പിടിച്ചു. അള്ളാന്റെ റസൂലിനോടുകൂടെ ഇക്രിമ വീട്ടിലേക്ക് വന്നു. റസൂലുള്ളാന്റെ അടുക്കലുണ്ടായിരുന്ന ഒരു ചെറിയ ഈന്തപ്പനയുടെ നാര് കൊണ്ടുള്ള ഒരു ചെറിയ തലയിണ ഉണ്ടായിരുന്നു. ആ തലയിണയുടെ മുകളിൽ ഇക്രിമയെ ഇരുത്തി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇക്രിമയോട് സന്തോഷത്തോടെ സംസാരിച്ചു. ഇക്രിമ ചോദിച്ചു, മുഹമ്മദേ, താങ്കൾ എന്തിലേക്കാണ് ഞങ്ങളെ വിളിക്കുന്നത്? റസൂലുള്ളാഹി തങ്ങൾ അള്ളാനെ പരിചയപ്പെടുത്തി, തന്നെ പരിചയപ്പെടുത്തി. ആ ഇക്രിമ ഇസ്ലാമിന് വലിയ പ്രതാപം നൽകുന്ന സ്വഹാബിമാർക്കിടയിലെ ഏറ്റവും ചരിത്രങ്ങൾ സൃഷ്ടിച്ച മഹാനായ മനുഷ്യനായി മാറി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ആധുനിക കാലഘട്ടത്തിന്റെ സൗകര്യങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതിന്റെ ചെറിയ ഒരു രൂപം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പന്നത, അത്യന്താധുനികമായ സൗകര്യങ്ങൾ, ഇത് ദുനിയാവിൽ ഹസനത്തായിരിക്കണം, ആഖിറത്തിലും ഹസനത്തായിരിക്കണം. അങ്ങനെ നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കണം. അള്ളാഹു പറയുകയാണ്, അങ്ങനെ ദുനിയാവിൽ ജീവിച്ചാൽ ഈ മദ്രസ പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്നതിനോട് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യം കൂടെയാണ്. എത്ര കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ മദ്രസയായിരുന്നു? എത്ര കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ മദ്രസ? 82 എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയ കുറെ ആൾക്കാർ മരിച്ചുപോയി അല്ലെ? കുറെ ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട്. അതിന് സ്ഥലം തന്ന ആളുകൾ ഇന്ന് നമ്മൾ അവരെ മദ്ഹ് ഇങ്ങനെ പറയാൻ അല്ലേ? നമ്മളുടെ പള്ളികൾ, നമ്മുടെ മദ്രസകൾ എല്ലാം അങ്ങനെയാണ്. മുൻഗാമികളായ ആളുകളുടെ മദ്ഹുകൾ നമ്മൾ പറയുന്നു. എന്തേ? നമുക്ക് പോയി അന്തി ഉറങ്ങാനുള്ള 6 അടി മണ്ണ് പോലും നമ്മൾ വാങ്ങിയതാണോ? നമ്മുടെ പള്ളിക്കാടുകൾ നമ്മുടെ മുൻഗാമികൾ വാങ്ങിയതാണ്. ഇനി നമ്മളുടെ അടുത്ത തലമുറക്ക് വേണ്ടിയുള്ളത് നമ്മൾ വാങ്ങണം. പ്രിയപ്പെട്ടവരെ, മദ്രസയോടും ദീനിന്റെ വിദ്യാഭ്യാസത്തോടും കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ വിരക്തി വർദ്ധിച്ചു വരുന്ന കാലമാണ്. കാരണം എന്താ? സ്കൂളുകളിലൊക്കെ സൗകര്യങ്ങളായി, സ്മാർട്ട് ക്ലാസ് റൂമുകളിലായി. നമ്മുടെ മദ്രസ പഴയ കോലം, പഴയ ബെഞ്ച്, പഴയ ചുമര്, അതൊക്കെ ഒന്ന് പൊളിച്ചടക്കണം. നമ്മളുടെ മക്കൾ അവിടെ ഇരുന്ന് ഖുർആൻ പഠിക്കട്ടെ. ഏറ്റവും നല്ല സൗകര്യത്തിൽ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന രീതിയിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരാനന്ദം ലഭ്യമാകുന്ന രീതിയിൽ അതെല്ലാറ്റിനും അങ്ങനെയാണ്. അപ്പൊ ഈ വാള് നമ്മൾ ഒരു മദ്രസയുടെ ഉള്ളിൽ നിന്നും പറയാലോ, ഒരു ചെറിയ സദസ് എന്ന് പറയാലോ. അതേ സമയത്ത് അതിനൊരു സ്റ്റേജ് കെട്ടി ഇങ്ങനെ മൈക്കൊക്കെ സംഘടിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾ ഇങ്ങനെ വലിയ ക്യാമറയൊക്കെ വെച്ച് മുമ്പിലിരുന്നു. ഇങ്ങനെയൊക്കെ ആവുമ്പോ അതിനൊരു പ്രത്യേകത ഉണ്ട് അല്ലേ? ഇങ്ങനെ ഒരു വാഴ നോട്ടീസൊക്കെ അടിച്ചിട്ട് അതൊരു ക്ലാസ് ആവുമ്പോൾ അതിൻ്റെതായിരിക്കും. എന്നതുപോലെ തന്നെയാണ് നമ്മളുടെ മക്കളും പേരക്കുട്ടികളൊക്കെ. ഈ അടുത്ത തലമുറക്ക് നമ്മളിത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അവരിത് ഉണ്ടാക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കണ്ട. കാലം അങ്ങോട്ടാ പോണത്. ഇപ്പൊ നമ്മളുടെ കയ്യിൽ ഇതുള്ളത് റസൂലുള്ള പറഞ്ഞ പോലെ തീക്കട്ടയാണ്. പിടിക്കണമെങ്കിൽ ഭയങ്കര ക്ഷമ വേണം. പൈസ കൊടുക്കേണ്ടത് കൊടുക്കന്നെ വേണം. പിശുക്കിരുന്നിട്ട് കാര്യമില്ല. 1 ഉറുപ്യ കൊടുത്താൽ 700 അല്ലേ അള്ളാഹു തിരിച്ചേരുന്ന് പറഞ്ഞത്? കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യം കുഴിച്ചിട്ടു, ആ ധാന്യത്തിൽ 10 കതിരുകൾ അല്ലേ? അതിൽ ഓരോന്നിലും 70 വേറെയും, ഒന്നിന് 700 എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇനിയും ഇരട്ടി തരും. ഇത് കേട്ട് ഇങ്ങനെ ചിന്തിച്ചു കൊടുക്കണം.
ചില ആളുകൾ ഇത് പറയുമ്പോൾ ചിന്തിക്കും, ഇത് തരാനായിട്ട് പറയണെന്ന്. അതിനല്ലേ ഖുർആൻ ഇത് പറഞ്ഞത്? കൊടുക്കാൻ തന്നെയല്ലേ ഖുർആൻ പറഞ്ഞത്? ഈ മജ്ലിസിൽ ഇരുന്ന് നമ്മൾ അതിന്റെ പൂർത്തീകരണം നിർവഹിക്കണം. ഈ ആയത്തും കൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ വല്ലാഹു സരീഉൽ ഹിസാബ്. അങ്ങനെ ദുനിയാവിൽ ജീവിച്ച ആളുകളുണ്ടല്ലോ, അള്ളാഹു നൽകിയ ആരോഗ്യം പടച്ചവന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിയവർ, അള്ളാഹുവിന് വേണ്ടി ജമാഅത്തിൽ പങ്കെടുത്തവർ, നിസ്കരിച്ചവർ, ഇബാദത്ത് ചെയ്തവർ, നോമ്പ് നോറ്റവർ, ഹജ്ജ് ചെയ്തവർ, അള്ളാഹുവിന് വേണ്ടി ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന ആളുകൾ, അള്ളാഹു പറയുകയാണ് അവർക്ക് ദുനിയാവിൽ അവർ ചെയ്ത ഓരോന്നിനും അവർക്ക് പ്രതിഫലമുണ്ട്. ഓഹരിയുണ്ട്. അത് പടച്ചോ ഇരട്ടിയാ തരിക. ഇരട്ടിയല്ല, ഒരു നന്മക്ക് അള്ളാഹു 10 ഇരട്ടി തരും. ഖുർആൻ പറയുന്നുണ്ട് വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. ഖുർആൻ ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 ഇരട്ടി. അല്ലാഹല്ലേ ആള്. എന്നിട്ട് പറയാൻ വല്ലാഹു സരീഉൽ ഹിസാബ്. അല്ലാഹു തആല വിചാരണ വേഗത്തിൽ നിർവഹിക്കുന്നയാളാണ്. അല്ലാഹു ദുനിയാവിനെ നമുക്കുള്ള കൃഷിയിടമാക്കിയിരിക്കുകയാണ്. ആഖിറത്തിലേക്കുള്ള, പരലോകത്തേക്കുള്ള ആ കൃഷി നമ്മൾ ഇവിടെ ചെയ്യാ. അത് ആഖിറത്തിൽ പോയാൽ നമുക്കത് കൊയ്തെടുക്കാൻ കഴിയും. അവിടെ വെച്ച് അതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയും. മുഅ്മിനീങ്ങൾ അത്ഭുതപ്പെടും. അല്ലാഹു നൽകുന്ന സ്വർഗത്തിലെ സുഖങ്ങൾ ആസ്വദിക്കുമ്പോ മുഅ്മിനീങ്ങളെ അതിന്റെ സമയം ഇതാണ്, ഈ മജ്ലിസാണ്. ഇന്നലെ നിങ്ങൾ ഒരുപാട് സ്വതക്ക ചെയ്തു എന്നോട് സംഘാടകർ പറഞ്ഞു. ഒരുപാട് സ്വതക്ക ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇന്നും ഇന്നലെ ചെയ്തവർക്ക് തന്നെ ചെയ്യാം, ചെയ്യാത്തവർക്കും ചെയ്യാം ഇൻഷാ അല്ലാഹ്.